രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഇത് നമ്മള് രാമായണത്തിലെ വളരെ വികാര നിർഭരമായ ഭാഗത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അഭിഷേക വിഘ്നം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം തുടങ്ങുന്നത്. ഇന്നലെ നമ്മള് കണ്ടതാണ് ഈ അഭിഷേകത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ചെയ്ത സമയത്ത് തന്നെ കൗസല്യാദേവി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ നന്നായി, പക്ഷേ ദശരഥന് കൈകേയിയോടുള്ള സ്നേഹം കൗസല്യയെ കുറച്ച് വ്യാകുലപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗം മുതലാണെന്ന് ആരംഭിക്കുന്നത്. അപ്പോ കൗസല്യാദേവി ദുർഗാ ഭഗവതിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം. അതിനുശേഷം ദേവന്മാര് സരസ്വതി ദേവിയോട് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇവിടെ അഭിഷേകം നടന്ന് രാമൻ രാജാവായി കഴിഞ്ഞാൽ അവതാര ഉദ്ദേശം നടക്കില്ല എന്നൊരു ഭയത്താല് ദേവന്മാരൊക്കെ സരസ്വതി ദേവിയോട് പറഞ്ഞ് സരസ്വതി ദേവി മന്ഥരയുടെ നാവിൽ വാണിയും മന്ഥരതൻ നാവിന്മേൽ വാണിയിടിനാൾ എന്ന് കവിവാക്യം. അപ്പൊ മന്ഥര കൈകേയിയെ കണ്ട് പഴയ വരത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. കൈകേയി ശരിക്ക് രാമന് ഏറ്റവും പ്രിയങ്കരിയായ അമ്മയാണ് കൈകേയി. കൈകേയിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ ശ്രീരാമനുമാണ്. കാരണം ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി കൈകേയിയും ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ രാമനുമായതുകൊണ്ട് അവർ ഒന്നിച്ചാണ്, ഒരേ കൊട്ടാരത്തിലാണ് രാമനെ വളർത്തിയത് കൈകേയിയാണ്. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ അത്രയും സ്നേഹം കൈകേയിക്കുണ്ട്. പക്ഷെ ഈ മന്ഥരയുടെ വാക്കുകൾ കൊണ്ട് കൈകേയി നേരെ തിരിഞ്ഞു മനസ്സ്. കാരണം ഈ ഭരതന് രാജ്യം കിട്ടുക, അടുത്ത തലമുറ രാജാഭിഷേകം കിട്ടുക എന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ആ കാര്യത്തിൽ കൈകേയി നേരെ തിരിഞ്ഞു പോകുന്നു. അതിനുശേഷം കൈകേയി ക്രോധാലയം പ്രവേശിക്കുന്നു. ആ സമയത്താണ് ദശരഥൻ അവിടേക്ക് വരുന്നത്. ദശരഥൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. കാരണം രാമന്റെ അഭിഷേകത്തിനൊക്കെ തയ്യാറാക്കിയിട്ട് വരുന്നു. അപ്പോ ഈ കൈകേയിയുടെ അവസ്ഥ കണ്ട് ആകെ വ്യാകുലപ്പെടുന്നു ദശരഥൻ. ആ സമയത്ത് എന്താണ് സംഭവിച്ചപ്പോ ഈ കൈകേയി കാര്യങ്ങളൊക്കെ പറയുന്നു. ആ കാര്യം കേട്ട് ദശരഥൻ അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. കാരണം ഇങ്ങനൊരു ഷോക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല ദശരഥൻ. അതിനുശേഷം എണീറ്റിട്ട് കുറച്ച് സമയം പാലിച്ചിട്ട് ഭരതന് രാജ്യം കൊടുക്കാം, പക്ഷെ രാമനെ കാനനത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു ഘട്ടത്തിൽ ദശരഥൻ സ്വന്തം പത്നിയുടെ കാൽക്കൽ വീണ് കരയുന്ന രംഗമൊക്കെ ഇവിടെ കവി വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പുലരുന്നു. ആ സമയത്ത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരൊക്കെ വരുമ്പോ രാജാവ് ഉണർന്നിട്ടില്ല. ബ്രാഹ്മണന്മാരൊക്കെ വരുമ്പോ അവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് കൈകേയി. അതിനുശേഷം സുമന്ത്രർ വന്ന് സുമന്ത്രരോട് പറയുന്നു രാജാവിന് ശ്രീരാമനെ കാണാൻ ആഗ്രഹമുണ്ട്, വേഗം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് സുമന്ത്രർ രാമനെ കൊണ്ടുവരുന്നു. അപ്പൊ രാമനോട് പറയുന്ന ഭാഗമാണ് ഈ സുമന്ത്രരും വസിഷ്ഠനും ഒക്കെ കേൾക്കുന്നത്. ആ ഭാഗത്താണ് കൈകേയി പറയുന്നത്. പണ്ട് ഈ വരം ലഭിച്ച കഥയൊക്കെ പറയുന്നു. അപ്പൊ ശ്രീരാമൻ വളരെ സമയത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടി എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ആ ഭാഗം. അതിനുശേഷം കൗസല്യാദേവിയെ കാണുന്ന വികാര നിർഭരമായിട്ടുള്ള ഒരു ഭാഗം. അവിടെ ലക്ഷ്മണന്റെ ക്രോധം അങ്ങനെയുള്ള ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിക്കുന്നത്. ഇത് കാകളി വൃത്തത്തിലാണ് ആചാര്യൻ അയോധ്യാകാന്ഡം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ചില വരികളൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വരികൾ ഇവിടെയുണ്ട്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ദുഷ്ടന്മാരോട് ചേർന്നാൽ നല്ല സത്തുക്കൾ പോലും അവരുടെ പ്രഭമങ്ങും എന്നതിന് ഉദാഹരണമായിട്ട് ഈ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്നൊരു വരി വളരെ പ്രസിദ്ധമാണ് ആചാര്യന്റെ. അതേപോലെ തന്നെ ഈ ഓട്ടംതുള്ളിലൊക്കെ വരുന്ന പോലെയുള്ള ചില ഭാഗങ്ങൾ രാമനെയൊക്കെ വർണ്ണിക്കുന്ന ഭാഗത്ത് ഒക്കെ ചടുലമായിട്ടുള്ള വരികളൊക്കെ ഈ കാകളി വൃത്തത്തിലുണ്ട്. അങ്ങനെ വികാര നിർഭരവും അതിനോടൊപ്പം തന്നെ സാഹിത്യ ഭംഗിയും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു.
അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാമേകദന്തമുപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീ രാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണേ എന്ന് പരദേവതമാരോടും തൃപ്രയാറ്റപ്പനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ആചാര്യ സ്ഥാനത്തിരിക്കുന്ന രാജേട്ടന് നമസ്കാരം, മുരളിയേട്ടനും ശശിയേട്ടനും നമസ്കാരം. ശശിക്കും നമസ്കാരം. കാരണം എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും, സർവ ജീവജാലങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഒക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. ഒരാൾ സംയോജിപ്പിച്ച് കൊണ്ടുവരാത്തിടത്തോളം കാലം ആരുടെ കഴിവും മറ്റൊരാൾക്ക് അറിയില്ല. അപ്പോൾ സംയോജക പാടവത്വം എന്നുള്ളത് എല്ലാവരുടെയും കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അങ്ങനെ ഒരു നല്ല ഒരു മാർഗദർശിയായ സംയോജക പാടവത്വം കാണിക്കുന്ന മുരളിയേട്ടനും ശശിക്കും നമസ്കാരം. പിന്നെ എപ്പോഴും നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വഗൃഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശംസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്യപൂർവമാണ്. എന്തായാലും ഹരി അങ്ങനെ പ്രശംസിച്ചു, സന്തോഷം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സംസാരിക്കുന്നത് ഇതൊരു പ്രഭാഷണം എന്ന കാര്യം എടുക്കണ്ട. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ വിഷയം കേൾക്കാൻ എത്തിയ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളോ രാമായണമോ ഒന്നും ഒരു ഗുരുമുഖത്ത് നിന്നല്ല പഠിച്ചത്. ഒക്കെ സ്വാധ്യായം എന്ന് പറയാം, സ്വന്തമായിട്ട് പഠിക്കുക. രാമായണത്തെ പറ്റി ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അത് ഇൻട്രസ്റ്റോടെ കേൾക്കുക, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കുക, അതിനുശേഷം അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലാവുമോ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വരാം, അത് അറിവുള്ളവർ തിരുത്തി തരിക. എല്ലാവരും സദയം ക്ഷമിക്കുക എന്ന് പറയുന്നു. ഞാൻ തുടങ്ങുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ എന്ന് വിചാരിക്കുന്നത് രാമായണത്തിന്റെ ഉള്ളിലുള്ള തത്വങ്ങൾ അങ്ങനെയൊന്നുമല്ല. എൻ്റെ വിഷയം ധർമ്മബോധകം രാമായണം എന്നാണ്. ധർമ്മബോധകമാണ് രാമായണം. അപ്പോൾ രാമായണത്തിന് ഒരു അനുഗ്രഹമുണ്ട്. അതായത് സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാല് രാമായണത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതേ. ഇതാണ് ഒരു അനുഗ്രഹം. അത് യാവത് സ്ഥാസ്യന്തി ഗിരയഃ, എത്ര കാലം ഈ ഭൂമിയിൽ ഗിരികൾ, പർവ്വതങ്ങൾ നിലനിൽക്കുമോ, സരിതശ്ച മഹീതലെ, ഈ ഭൂമിയിലെ പർവ്വതങ്ങളും സമുദ്രങ്ങളും എത്ര കാലം നിലനിൽക്കുമോ, താവത്, അത്രയും കാലം രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതേ, അത്രയും കാലം രാമായണം ലോകത്തിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് രാമായണത്തിനുള്ള ഒരു അനുഗ്രഹം. ത്രേതായുഗത്തിൽ നടന്ന ഒരു രാമകഥ ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിൽ ഓരോ വർഷവും രാമായണ പാരായണം, രാമായണ സത്സംഗങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. കർക്കിടക മാസ ആചരണം ആഘോഷമായി മാറുന്നു. രാമായണത്തെ കുറിച്ച് അനുകൂലിച്ചും വിമർശിച്ചും എല്ലാവരും എഴുതുന്നു. അപ്പൊ അനുകൂലിച്ചും പ്രകീർത്തിച്ചും എഴുതുന്നത് പോലെ തന്നെ വിമർശനവും നമുക്ക് വേണം. കാരണം അതിനുവേണ്ടിയും രാമായണം വായിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കണം. അപ്പൊ അത്രയും അനുഗ്രഹമുള്ളൊരു രാമായണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രാമായണം ഇത്ര അധികം പ്രചാരത്തിലിരിക്കുന്നത്? എത്ര കേട്ടാലും പിന്നെയും നമുക്ക് എന്തുകൊണ്ടാണ് അത് മതി വരാത്തത്? മടുപ്പ് ഉളവാക്കാതെ നമുക്ക് എന്തുകൊണ്ടത് കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ രാമായണം എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ രാമസ്യ അയനം, എല്ലാവർക്കും അറിയാം. അപ്പോ സംസ്കൃതം ഞാൻ അത്ര പഠിച്ചിട്ടില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ അയനം എന്ന വാക്ക്
ഇണഗതൗ എന്ന ഒരു ധാതുവിൽ നിന്നാണ് ഈ വാക്കുണ്ടായിരിക്കുന്നത്, ഇണഗതൗ. അപ്പൊ ആ ഇണഗതൗ എന്ന വാക്കിന്റെ ആ ധാതുവിന്റെ ഒരു വാക്ക് ഗമനം എന്നാണ്. അപ്പൊ അയനം എന്ന് പറഞ്ഞാൽ ഗമനം എന്നൊരർത്ഥവും കൂടി ഉണ്ട്. അപ്പൊ ഗമനം എന്ന് പറഞ്ഞാൽ യാത്ര എന്ന് പറയും. അപ്പൊ രാമസ്യ അയനം, രാമന്റെ യാത്ര. അപ്പൊ രാമന്റെ യാത്ര എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയടിച്ച ബയോഗ്രഫി ഓഫ് രാമ എന്ന് പറയേണ്ടി വരും. രാമന്റെ ജീവിത യാത്രയാണ്. അപ്പൊ രാമന്റെ ജീവിതയാത്ര മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ച്, ഇപ്പൊ രാമനെ പറ്റി പറയുമ്പോൾ രാമന്റെ അവതാരത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. ഈ അവതാരങ്ങളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ അവതാരമാണത്രേ രാമാവതാരം. രാമൻ എന്ന വാക്ക് തന്നെ രമിപ്പിക്കുന്നത്, മോഹിപ്പിക്കുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പൊ എല്ലാവരെയും രമിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് രാമൻ. അപ്പോൾ അത്രയും മഹത്തായ ആ ശ്രീരാമൻ ഏറ്റവും കൂടുതൽ കാലം അവതാരമൂർത്തിയായി ഭൂമിയിൽ ജീവിച്ചു. ബാക്കി എല്ലാ അവതാരങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കാലം ഭൂമിയിൽ ജീവിച്ച അവതാരമാണ് ശ്രീരാമ അവതാരം. അതുകൂടാതെ പൂർണ്ണ മാനുഷഭാവത്തിലാണ് മനുഷ്യനുണ്ടാകുന്ന എല്ലാ ന്യൂനതകളും അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാണ് ശ്രീരാമൻ ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ശ്രീരാമന്റെ കഥ എന്നാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇപ്പൊ ഈ രാമായണം, ഞാൻ കൂടുതൽ ഇങ്ങനെ വാൽമീകി രാമായണമാണ് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് കുറച്ചും കൂടെ എല്ലാവർക്കും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടും. അപ്പം രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് 100 കോടി രാമായണങ്ങളുണ്ട് എന്ന് പറയും. ഇപ്പൊ അതുപോലെ തന്നെ രാമായണത്തിൽ 100 കോടി ശ്ലോകങ്ങളുണ്ട് എന്നൊരു ഭാഷാന്തരമുണ്ട്. അപ്പൊ ബ്രഹ്മദേവൻ വിരചിച്ച രാമായണത്തിൽ 100 കോടി ശ്ലോകങ്ങളുണ്ട്. ആ രാമായണം നാരദ മഹർഷിയാണ് വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വാൽമീകി മഹർഷി ഒരു ധ്യാനാവസ്ഥയിലാണ് ആ രാമന്റെ കഥകളൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ബുക്സ് അല്ലെങ്കിൽ എഴുതി കൊടുക്കുക, നോട്ട്സ് റെഫർ ചെയ്യുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതെല്ലാം കേട്ട് ഇങ്ങനെ മനനം ചെയ്തിട്ടാണ് വാൽമീകി മഹർഷിക്ക് ഇങ്ങനെ ആ രാമായണ കഥ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയത്. അപ്പൊ വാൽമീകി മഹർഷി തന്നെ പറയുന്നുണ്ട്, ബാലകാണ്ഡത്തിൽ നോക്കിയാൽ 3-ാമത്തെ സർഗത്തിൽ പറയും, ഈ രാമായണം കാമാർത്ഥ ഗുണസംയുക്തം ധർമാർത്ഥ ഗുണവിസ്തരം സമുദ്രമിവരത്നാഢ്യം സർവശ്രുതി മനോഹരം എന്നാണ്. അതിന്റെ അർത്ഥം ഈ രാമായണത്തില് ഈ കാമാർത്ഥ ഗുണസംയുക്തം, കാമം അർത്ഥം ഇതെല്ലാം അതിൽ യോജിച്ചിട്ടുണ്ട്. അതിലുപരി ധർമാർത്ഥ ഗുണവിസ്തരം, ധർമ്മത്തെയാണ് കൂടുതലായിട്ട് വിസ്തരിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാമം അല്ലെങ്കിൽ അർത്ഥം, ധർമ്മം ഇതെല്ലാം ഈ സമുദ്രത്തിൽ എങ്ങനെ രത്നങ്ങൾ ഇങ്ങനെ വിരാജിച്ചിരിക്കുന്നുവോ അതുപോലെയാണ് എന്നാണ് രാമായണത്തെ പറ്റി വാൽമീകി മഹർഷി എന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാമായണം, അവതാര പുരുഷനായ രാമന്റെ കഥ മാനുഷ്യഭാവത്തിൽ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഇന്നലെ ഹരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യന് ബാക്കി എല്ലാ ജന്തുക്കൾക്കും അതിൻ്റെതായ വികാരങ്ങളുണ്ട്. എന്ന് പറയും. ആ ജന്മവാസന എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്, നമുക്കതിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന് മാത്രം ഒരു കഴിവുണ്ട്. ഈ തലങ്ങൾ പറയുമ്പോൾ പറയും പല അവസ്ഥകളുണ്ട്. പൈശാചികം, മൃഗീയം, രാക്ഷസീയം, മാനുഷികം, പിന്നെ ഒരെണ്ണമുണ്ട് ഞാൻ മറന്നുപോയി, പിന്നെയാണ് ദൈവീകം. അപ്പൊ നമ്മുടെ മനുഷ്യരൂപത്തിൽ മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവീക തലത്തിലേക്കും ഉയരാൻ സാധിക്കും, പൈശാചിക തലത്തിലേക്ക് അധപ്പതിക്കാനും സാധിക്കും. അപ്പോ മനുഷ്യൻ എങ്ങനെയാണ് ദൈവീക തലത്തിലേക്ക് ഉയരേണ്ടത്? മനുഷ്യൻ ദൈവീകമായിട്ട് ഉയരുമ്പോഴാണ് അവതാര പുരുഷനായി മാറുന്നത്. കാരണം എല്ലാ മനുഷ്യർക്കും ജന്മസിദ്ധമായിട്ട് എല്ലാ വിധത്തിലുള്ള വാസനകളും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദേഷ്യം, ക്രോധം, അസൂയ, സങ്കടം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇങ്ങനെയുള്ള വാസനകളെയും വികാരങ്ങളെയൊക്കെ സ്ഥിരമായ ഉത്സാഹം കൊണ്ടും നിരന്തരമായ പരിശീലനം കൊണ്ടും അഭ്യാസങ്ങൾ കൊണ്ടും മാറ്റിയെടുത്തിട്ട് ഇങ്ങനെ നമ്മളെ സംയമ വിദ്യ എന്ന് പറയും, നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്ന ആ അവസ്ഥയിൽ നമ്മളും അവതാര പുരുഷനായി മാറും. അപ്പോ രാമായണ കഥ പറഞ്ഞു തരുന്നത് മനുഷ്യൻ, അതായത് ശ്രീരാമനെ പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മളും അവതാര
പുരുഷരായി തീരും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ശ്രീരാമന്റെ ഇത്ര വലിയ മഹാത്മ്യം എന്ന് ചോദിച്ചാൽ, ശ്രീരാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് എന്നാണ് പറയുക. ധർമ്മവിഗ്രഹമായ രാമായണം. അപ്പോ ധർമ്മവിഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ധർമ്മം എന്താണെന്ന് അറിയണ്ടേ. നമ്മളിങ്ങനെ ധർമ്മം, അർത്ഥം, കാമം എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിക്കല് എന്ന് പറയാം. കാമം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്, ഒരു സംതൃപ്തമായ അവസ്ഥ. നമ്മൾ അങ്ങനെ ഒരു സാധാരണ തലത്തിൽ സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അത്ര എടുത്താൽ മതി. അപ്പൊ അതാണ് മോക്ഷം. അപ്പോ ഈ ധർമ്മം എന്ന് പറഞ്ഞ എന്താണ്? ധർമ്മത്തിലൂടെ നേടിയ അർത്ഥം കൊണ്ട് ധർമാനുസരമായ കാമങ്ങൾ പ്രാപിക്കുമ്പോൾ ആ മനുഷ്യന് മോക്ഷം കിട്ടുന്ന പറയാം. അപ്പൊ എന്താണ് ധർമ്മം? ധർമ്മം എന്ന് വെച്ചാല് ഒരു മനുഷ്യന്, ഇപ്പൊ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മുടെ പുരോഗതി. എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും ഉള്ളത് അതന്നെയാണ്, നമ്മുടെ സൗഖ്യം, സ്വസ്ഥത, സന്തോഷം. അപ്പൊ നമ്മുടെ സ്വസ്ഥതയും സൗഖ്യവും സന്തോഷവും നമ്മുടെ പുരോഗതിയും നമ്മുടെ സമാജത്തിന്റെ, അതായത് നമ്മുടെ സമൂഹത്തിന്റെയും കൂടെ പുരോഗതി ആവുമ്പോൾ അതിനു വേണ്ടി അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ ധർമ്മം പറയുക. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടിയുള്ള ഉയർച്ചയായിരിക്കണം, അത് സമൂഹത്തിലും പ്രതിഫലിക്കണം. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ ചുറ്റുമുള്ള സമൂഹവും ഉയരണം. ഇത് നമ്മൾ കുട്ടികളെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പാഠമാണ്. ഇതുകൊണ്ടാണ് രാമായണം ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിച്ചിട്ടും ധർമ്മമാർഗത്തിൽ കൂടെ ചരിച്ച അനേക മഹാത്മാക്കളുടെ കഥയാണ് രാമായണം എന്ന് നമുക്ക് സാമാന്യമായി പറയാം. അപ്പൊ ഈ രാമായണത്തിൽ ഇപ്പൊ ധർമ്മം മാത്രമല്ല ഉള്ളത്. എൻ്റെ ഒരു ചെറിയ അപേക്ഷ, എല്ലാവരും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും രാമായണം വായിക്കാൻ അറിയാം, പക്ഷെ അതിൽ നിർത്താൻ പാടില്ല. നമ്മളിപ്പോ കർക്കിടക മാസത്തിൽ മുഴുവനായിട്ട് വായിച്ചു തീർക്കണം എന്ന് പറഞ്ഞ് വേഗം വേഗം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാമായണം നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ആചാര്യൻ അന്ന് പറഞ്ഞു, രാമായണം വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ട ഗുണങ്ങളൊക്കെ അന്ന് രാജേട്ടൻ പറഞ്ഞിരുന്നു. ഈ രാമായണം ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളത് പഠിക്കണം. ഓരോ വരിയും, കാരണം രാമായണത്തിലുള്ള ഒരു വരിയും വെറുതെ എഴുതിയതല്ല. അപ്പൊ ഓരോ വരിയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ആഴ്ചകളും മാസങ്ങളും എടുത്ത് ഇങ്ങനെ മനനം ചെയ്യണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അർത്ഥം തെളിഞ്ഞു വരും. എന്താണ് ആചാര്യൻ ഉദ്ദേശിച്ചത്, എന്താണ് വാത്മീകി മഹർഷി ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും. കാരണം മഹർഷികളെയൊക്കെ നമ്മൾ പറയും മന്ത്രദ്രഷ്ടാക്കളാണെന്ന് പറയാം. മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ആ ആശയം തെളിഞ്ഞു കിട്ടി എന്നാണ് അർത്ഥം. എപ്പോഴാണ് ഒരു ആശയം നമുക്ക് തെളിഞ്ഞു കിട്ടുക? നമ്മൾ അതിനെപ്പറ്റി തന്നെ ആലോചിക്കുമ്പോൾ. നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ളപ്പോൾ, കുറെ കൺഫ്യൂഷൻ ഉള്ളപ്പോൾ, നമുക്കൊരു സ്ഥലത്ത് ഇരുന്ന് കുറെ നേരം മിണ്ടാതിരുന്ന നമ്മുടെ മനസ്സിൽ തന്നെ പദ്ധതികളൊക്കെ തെളിഞ്ഞു വരും. ഇങ്ങനെ തെളിഞ്ഞു വരുന്നതിനെയാണ് ഇങ്ങനെ ദർശിക്കുക എന്ന് പറയുക. അതുകൊണ്ടാണ് മഹർഷിമാരെയൊക്കെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. അപ്പം ഈ രാമായണത്തില് ധർമ്മം മാത്രമല്ല, രാമായണം തത്വബോധകമാണ്. അതിൽ നിന്ന് പഠിക്കാൻ പലതുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് രാമായണം എന്ന് പറഞ്ഞാൽ ധർമ്മബോധകമാണ് എന്ന് പറയണം. ഇപ്പോ രാമായണത്തിനെ നമ്മളൊരു വലിയൊരു വൃക്ഷമായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. നമ്മൾ അങ്ങനെ ഒരു സങ്കല്പിക്കുമ്പോൾ ആ വൃക്ഷത്തിന് 7 വലിയ തടികളുണ്ട് എന്നങ്ങോട്ട് സമർപ്പിക്കുക. 7 വലിയ ശാഖകളുണ്ട് ആ വൃക്ഷത്തിന്. ആ ശാഖകളിലൊക്കെ 500,000 അധികം ഉപശാഖകളുണ്ട്. അതിൽ 24,000 ചില്ലകളുണ്ട്. ആ 24,000 ചില്ലകളിലും 32 ഇലകളുണ്ട്. അങ്ങനെ ഒരു മഹാവൃക്ഷമായിട്ട് രാമായണത്തെ സങ്കല്പിച്ചു നോക്കും. ആ രാമായണ വൃക്ഷത്തിനെ നമ്മൾ മുറിച്ച് പേസ്റ്റാക്കി കഷായോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ ആക്കിയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ആ മഹാവൃക്ഷത്തിന്റെ സത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് വേദത്തിൽ പറയുന്ന ഒരു മന്ത്രമാണ്. ആ മന്ത്രമാണ് ധർമ്മം ചര. അതുകൊണ്ടാണ് ധർമ്മബോധകമാണ് രാമായണം എന്നെനിക്ക് ആ ഒരു വിഷയം എടുക്കണം തോന്നിയത്. അപ്പോ ഈ ധർമ്മം ചര എന്ന് പറയുമ്പോൾ ഈ ധർമ്മം നമുക്ക് പറയാൻ വലിയ എളുപ്പമാണ്. എല്ലാവരും ധർമ്മം
ആചരിക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ നോക്കൂ, അതിന്റെ ഭവിഷ്യത്ത് മറ്റുള്ളവർക്ക് വരുമോ നോക്കൂ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, ഉപദേശിക്കാനും വളരെ എളുപ്പമാണ്. എന്നാൽ നമുക്ക് ഇരുന്നിട്ട് പ്രായോഗിക തലത്തിൽ നമ്മൾ ധർമാനുഷ്ഠാനം ചെയ്യുമ്പോൾ അനേകം പരീക്ഷണങ്ങൾ വരും, നമ്മൾ പരാജയപ്പെടരുത്. അതുപോലെ അനേകം പ്രലോഭനങ്ങൾ വരും, ആ പ്രലോഭനങ്ങളിലൊന്നും നമ്മൾ പതറരുത്. പ്രതിസന്ധികളും വരും, ആ പ്രതിസന്ധികളിലും നമ്മൾ പകച്ചു പോവാൻ പാടില്ല. അപ്പോൾ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അതിജീവിച്ചിട്ട് ധർമ്മം ആചരിച്ച് കാണിച്ചു തന്ന ഒരു കൂട്ടം മഹാത്മാക്കളുടെ കഥയാണ് രാമായണം. നമുക്ക് വരുന്ന ഏത് പ്രതിസന്ധിയും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് രാമായണം. നമുക്ക് കുട്ടികൾക്ക് ആ വഴിക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെ പറയുമ്പോൾ അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാവരുത്. കഥയായിട്ടും മിത്തായിട്ടും ഒന്നും പറയാതെ അതിലുള്ള സാരാംശം പറഞ്ഞു കൊടുക്കണം. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ കുട്ടികൾ. പിന്നെ രാമായണം മറ്റൊന്നും കൂടെ പറഞ്ഞിരുന്നുണ്ട്. അതെന്താ വെച്ചാല് ഈ ധർമാനുസൃതമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥകാമങ്ങൾ ധർമ്മവിരുദ്ധമായാൽ അത് ദുഃഖം മാത്രമേ നൽകൂ. ഇത് നമ്മൾ എഴുതി വെക്കണം. ധർമ്മവിരുദ്ധമായ കാമം ദുഃഖം മാത്രമേ നൽകൂ. ഇതും രാമായണം പറഞ്ഞിരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഈ ലോകത്ത് നമ്മൾ കാണുന്നതാണ്. അതായത് കാമത്തിന് വഴിപെട്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച കുറേ ആൾക്കാരുടെ കഥയാണ് രാമായണം. ഇപ്പൊ ഇന്നത്തെ വായനയിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ, കാമത്തിന് വഴിപെട്ടിട്ടാണ്. അപ്പൊ എന്തൊക്കെയാണ്, ഇപ്പൊ ഒരു രാജാവിന്റെ ധർമ്മം അനുഷ്ഠിക്കാതെ രാജാവ് അധർമ്മത്തിൽ നിന്നും, അതായത് ഇഷ്ടക്കാരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അധാർമികമായി പ്രവർത്തിച്ചപ്പോൾ ദുഃഖം വന്നു. അപ്പൊ ഒരു ഭരണാധികാരി എവിടെയും നോക്കും, എല്ലാ സ്ഥലത്തുള്ള യുദ്ധങ്ങള്, സ്പർദ്ധകള്, അതുപോലെയുള്ള ഭീകര പ്രവൃത്തികള്, എല്ലാം മത തീവ്രവാദങ്ങള്, എന്തെടുത്തു നോക്കിയാലും ഈ അരാജകത്വത്തിനൊക്കെ എന്താണ് കാരണം? എല്ലാം ധർമ്മവിരുദ്ധമായ ഒരു കാമമാണ്, അല്ലെ? അപ്പൊ ധർമ്മവിരുദ്ധമായ കാമം എപ്പോഴും ദുഃഖം മാത്രമേ തരൂ എന്ന് ഓരോ രാമായണത്തിൽ നിന്ന് കഥാപാത്രങ്ങൾ തന്നെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. അതുപോലെ ഇപ്പോ കൈകേയിയുടെ കാമം, ഇപ്പൊ കൈകേയിയെ പറയുകയാണെന്ന് വെച്ചാൽ സ്വന്തം മകൻ രാജാവാകണം എന്ന് കാമിക്കുന്നതിൽ എന്താ തെറ്റ്? അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ കാമം വേറൊരാളെ വനത്തിലേക്ക് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. എൻ്റെ കാമസമ്പൂരണം വേറൊരാളെ വിഷമത്തിലാക്കിക്കൊണ്ടാവരുത്. അതാണ് കൈകേയി ചെയ്ത തെറ്റ്. അതിനുള്ള ഫലമോ രാമായണത്തിലെ ഏറ്റവും ദുരന്ത കഥാപാത്രങ്ങളിൽ ഒന്നാണ് ശരിക്കും കൈകേയി. നല്ല അറിവുള്ള, കഴിവുള്ള, സുന്ദരിയായ കൈകേയി ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ദുരന്ത കഥാപാത്രമായി നിൽക്കുന്നതിന് കാരണം കാമം അധാർമികമായി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഭവിഷ്യത്ത് എങ്ങനെയാണ് കൈകേയി അനുഭവിച്ചത്? ആ ഭരതൻ ഏതൊരു മകന് വേണ്ടിയിട്ടാണോ രാജ്യം ആവശ്യപ്പെട്ടത്, ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയത്, സ്വന്തം എല്ലാവരെയും, മിത്രങ്ങളെയും സ്വജനങ്ങളെയും ഒക്കെ നഷ്ടപ്പെടുത്തിയത്, ആ കൈകേയിയോട് മകൻ പറയുകയാണ്, നിന്നെ, അതായത് വാൽമീകി രാമായണത്തിലുണ്ട്, അമ്മേ എനിക്ക് ഈ ചെയ്ത പ്രവൃത്തിക്ക് അമ്മേന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്, എനിക്ക് വധിക്കാനാണ് തോന്നുന്നത്, ഞാനിപ്പോൾ വധിച്ചേനെ. എന്തുകൊണ്ടാണ് വധിക്കാത്തതെന്ന് വെച്ചാൽ മാതൃഹത്യ ചെയ്ത ഭ്രാതാവിനെ എൻ്റെ ജ്യേഷ്ഠനായി ശ്രീരാമൻ സ്വീകരിക്കില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വധിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു അധർമ്മത്തിലൂന്നിയ കാമം എവിടെ കൊണ്ടെത്തിച്ചു? അതുപോലെ തന്നെ ശൂർപ്പണഖ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ പറ്റിയത്. ഇപ്പൊ ഒരു രാമൻ പറഞ്ഞു കാണാൻ വളരെ സുന്ദരനാണ്, എല്ലാവർക്കും മോഹം തോന്നുന്ന അത്രയും സൗന്ദര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാമനെ കാണുമ്പോൾ ഒരു യുവതിക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു കാമം തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല. അത് കാമം
തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എവിടെയാണ് തെറ്റിയത്? ആ കാമം, എന്റെ കാമപൂരണത്തിനുള്ള തടസ്സം സീതയാണ് എന്നൊരു തോന്നൽ. അപ്പോൾ ആ സീതയെ ഇല്ലാതാക്കണം. നോക്കൂ, എന്റെ കാമം വേറൊരാളുടെ നാശത്തിനാണ് പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന അധാർമികമായി പ്രവർത്തിക്കുന്ന ശൂർപ്പണഖയാണ് ലക്ഷ്മണൻ ഉപദ്രവിച്ചത്, അതായത് നാസികാഛേദം ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോയാൽ ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു, അതായത് എനിക്ക് വേണം, വേറൊരാള് നശിക്കണം, ഇതാണ് ഒരു രാക്ഷസീയമായ അവസ്ഥ. അതുകൊണ്ടാണ് അവരൊക്കെ രാക്ഷസന്മാർക്ക് രാക്ഷസീയം നമ്മൾക്കുള്ളിലും ഒക്കെ ഉണ്ടാവും. എങ്ങനെ വെച്ചാലും ഞാൻ വളരണം, ഞാൻ നന്നാവണം, അതിനോടൊപ്പം വേറൊരാൾ നശിക്കുന്നത് ഞാൻ കാണണം, അവരുടെ നാശത്തിലാണ് എൻ്റെ സന്തോഷം. ഇതൊരു രാക്ഷസീയമായ അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ശൂർപ്പണഖയാണ് ശിക്ഷിച്ചത് ലക്ഷ്മണൻ. അപ്പൊ അവിടെയും നോക്കൂ, അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എന്തൊരു ദുരന്തമാണ് ഉണ്ടായത്. അതുപോലെ രാവണനെ എടുത്തു നോക്കൂ. രാവണൻ എന്താ ചെയ്തത്? രാജാവാണല്ലേ, വലിയ രാജാവാണ്, അധികാരങ്ങളുണ്ട്. നമ്മൾ പല പ്രഭാഷണങ്ങളിലും നമ്മൾ കണ്ടതാണ് രാവണന്റെ ഗുണങ്ങളും ഒക്കെ. പക്ഷേ രാവണന്റെ കാമം അധാർമികമായ കാമമായിരുന്നു. രക്ഷിക്കേണ്ട ആൾ, രാജ്യത്തെ രക്ഷിച്ച്, രാജാവ് എന്ന് പറഞ്ഞാൽ രഞ്ജിപ്പിച്ചു കൊണ്ടുപോകേണ്ടവൻ എന്നൊരർത്ഥമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവനാണ് രാജാവ്, സംരക്ഷകനാണ് രാജാവ്. അങ്ങനെയുള്ള രാജാവ് സ്വന്തം കാമപൂരണത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ മറന്നു, ഭാര്യയെ മറന്നു, മക്കള് പറഞ്ഞത് കേട്ടില്ല. ഇങ്ങനെ എല്ലാം ഏതേത് അർത്ഥത്തിൽ നോക്കിയാലും ഇങ്ങനെ ധർമ്മവിരുദ്ധമായ ഒരു കാമമാണ് രാവണനുണ്ടായത്. അപ്പൊ ഇങ്ങനെയുള്ള കാമങ്ങൾ ഇപ്പൊ നമ്മൾ കുട്ടികളോട് പറയുമ്പോഴൊക്കെ പറയും, ഇന്നത്തെ ഒരു ട്രെൻഡ് വാക്കൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അവർ കേൾക്കട്ടെ, നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കണം വെച്ചിട്ടാണ്. ഇന്ന് ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ട്, അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുണ്ട്. നമ്മൾ സ്ഥിര പ്രയത്നം ചെയ്താൽ നമുക്ക് എല്ലാം കിട്ടും, നമുക്ക് സമ്പത്ത് നേടാം, എല്ലാം ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലത്തും കണ്ടുവരുന്നതും ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, ഇത് എന്റെയാണ്, സോ ഇത് എന്റെ സന്തോഷത്തിനാണ്, എന്റെ സുഖത്തിനാണ്, അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? അപ്പൊ എന്റെ സുഖം, എന്റെ കാര്യം, എന്റെ ധനം, എന്റെ ജീവിതം, ഇങ്ങനെ എവിടെ നോക്കിയാലും എന്റെ 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 എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ഞാൻ ഈ കുടുംബത്തിലുള്ള ആളാണ്, ഈ കുടുംബം ഈ ചെറിയ ഒരു സ്ട്രീറ്റിൽ ഇല്ലെങ്കിൽ ഈ കോളനിയിലുള്ളതാണ്, ഈ കോളനി ഈ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളതാണ്, ഈ ഡിസ്ട്രിക്റ്റ് ഈ ഒരു സംസ്ഥാനത്തുള്ളതാണ് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടി വേണ്ടിയാവണം. നമ്മുടെ എല്ലാവരുടെയും ചിന്ത ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നായിരിക്കണം എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതിനൊക്കെ കൂടി ഉള്ളതാണ് ഈ രാമായണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ശ്രീരാമൻ കാണിച്ചു തരുന്നത് എന്താണ് സ്വീകാര്യം, എന്താണ് ത്യാജം, എന്തിനെ നമ്മൾ സ്വീകരിക്കണം, എന്തിനെ ത്യജിക്കണം എന്നും കൂടെ രാമായണം കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അധർമ്മത്തിൽ കൂടെ ചരിച്ച ആൾക്കാരെ കൊണ്ടും ധാർമ്മികമായിട്ട് ഉള്ള ആൾക്കാര് അനേകമുണ്ട് രാമായണത്തിൽ. ശ്രീരാമൻ മാത്രമല്ല, ഭരതൻ, ലക്ഷ്മണൻ, നിരത്തി പോവാം എല്ലാവരും. അപ്പോ അങ്ങനെ പറയുമ്പോൾ ശ്രീരാമനെ എടുക്കാൻ കാരണം ഇത് രാമന്റെ ചരിതം എന്നുള്ളത് കൊണ്ട്. അപ്പൊ എന്താണ് ശ്രീരാമൻ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ത്യജിക്കേണ്ടത് എന്ന് കാണിച്ചു. ജീവിത തുടക്കം മുതൽ അദ്ദേഹം വന്നിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു, ഒരു മഹാത്മാവായിരുന്നു ശ്രീരാമൻ. അത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ രാമൻ ചെയ്തതൊക്കെ ധർമ്മമാണ്. നമ്മളത് വിശ്വസിക്കണം. രാമൻ ചെയ്തതെല്ലാം ധർമ്മമാണ്. പലരും പറയും രാമന് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കാം എന്ന്. ഇപ്പൊ ഡോക്ടർ ലീലാവതി രാമായണ വ്യാഖ്യാനം എഴുതിയപ്പോൾ അവര് സംശയമായിട്ടൊരു കാര്യം പറഞ്ഞത്, രാമൻ ഒരു പക്ഷേ സംശയം വന്നിരിക്കാം. എപ്പോഴാണെന്നറിയോ? ബാലിയെ നിഗ്രഹിക്കുമ്പോൾ. എന്താ വെച്ചാല് ഈ ബാലിയെ നിഗ്രഹിക്കുന്നത് മറഞ്ഞു നിന്നിട്ടാണല്ലോ. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ, ഏത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് രാമൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായോ? അതായത് സത്യപാലനം എന്ന ധർമ്മമാണോ,
ക്ഷത്രിയ ധർമ്മം, ഇത് രണ്ടിൽ ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് രാമൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഒരു വ്യക്തി ആദ്യം ആചരിക്കേണ്ട ധർമ്മം സത്യപാലനമാണ് എന്ന് കാണിച്ചു കൊടുത്താണ്. സുഗ്രീവന് സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കാരണം സത്യപാലനമാണ്. ഏത് രീതിയിലായാലും ബാലി വധാർഹൻ തന്നെയാണ്. മുമ്പൊരു പ്രഭാഷണത്തിൽ നമ്മൾ തന്നെ ഇത് ഇവിടെ ചിന്തിച്ചതാണ്, ബാലിയെ കൊന്നത് ശരിയാണോ തെറ്റാണോ. അപ്പൊ അങ്ങനെ രാമൻ സത്യം പാലനം ചെയ്ത ഒരു ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ഒരു മഹാത്മാവാണ്. അങ്ങനെയുള്ള രാമന്റെ കഥ എപ്പോഴും, അതായത് ധർമ്മത്തിലൂന്നി ജീവിക്കാനും എന്ത് സ്വീകരിക്കണം എന്ത് ത്യജിക്കണം. പിന്നെ സീതയെ ഉപേക്ഷിച്ച കാര്യമാണ് എല്ലാ വിമർശനത്തിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം. സീതയെ കാട്ടുകൊണ്ട് കളഞ്ഞില്ലേ എന്നാണ്. ഇപ്പൊ നോക്കൂ, ഇക്ഷ്വാകു വംശത്തിൽ തന്നെ ജനിച്ച ഒരു രാജാവാണ് ഹരിശ്ചന്ദ്രൻ. അത് ഹരിശ്ചന്ദ്രന്റെ കഥ അതേപോലെ ഒരു ഉപനിഷത്ത് വാക്യമായ സത്യം വധ. നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അതിനാണ് അത് കഥാരൂപത്തിൽ തരുന്നത്. അപ്പൊ സത്യം വധ എന്നുള്ള ആ ഉപനിഷത്ത് മഹാവാക്യത്തിനെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നത്. അതിൽ ഹരിശ്ചന്ദ്രൻ ഭാര്യ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഹരിശ്ചന്ദ്രനെ നമ്മൾ ആരും പ്രതിയാക്കിയില്ല, പക്ഷെ സീതാദേവിയെ ഉപേക്ഷിച്ചപ്പോഴാണ് നമ്മൾ പ്രതിയാക്കിയത്. സീതാദേവിയെ ഉപേക്ഷിക്കുമ്പോൾ രാമൻ ധാർമ്മികമായാണ് അത് ചെയ്തത്. കാരണം രാജധർമ്മമാണോ ഭർത്തൃധർമ്മമാണോ എന്നത് ഒരു വശം. അപ്പൊ രാജാവായിരിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് രാജധർമ്മമാണ്. കാരണം ഇന്ന് ഞാൻ അത് ചെയ്തില്ലെങ്കിൽ യഥാ രാജ തഥാ പ്രജ എന്ന് പറയില്ലേ. അപ്പോ ബാക്കിയുള്ള എല്ലാവരും ഇത് സത്യമാണെന്നൊന്നും വിശ്വസിക്കില്ല. ഒക്കെ ബിൽഡപ്പ് ചെയ്തതാ കണ്ടില്ലേ, എന്നിട്ട് വലിയ ഒരു കഥ പറയുന്നു എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് ധർമ്മപരിപാലനാർത്ഥമാണ് സീതയെ രാമൻ ഉപേക്ഷിച്ചത്. അതിൽ സീത രാമായണത്തിൽ എവിടെയും രാമൻ ഉപേക്ഷിച്ചതിനെ സീത കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം സീത നല്ലൊരു വിദുഷിയാണ്, നന്നായി സംസാരിക്കാൻ അറിയാം. ഈ വനവാസത്തിനൊക്കെ പോകുമ്പോൾ സീതയുടെ ആർഗ്യുമെന്റ് ഒക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടവിരിച്ച് നോക്കുന്ന സീത ഒരിക്കലും രാമൻ തന്നെ പരിത്യാഗം ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. പറയുന്നത് മുഴുവൻ വിമർശിക്കുന്നവരും ബാക്കി എല്ലാവരുമാണ്. എന്തുകൊണ്ടാണ് സീത അത് പറയാത്തത് വെച്ചാൽ സീതയ്ക്ക് നന്നായിട്ട് അറിയാം രാമൻ ചെയ്തത് ധർമ്മമാണ്, രാജധർമ്മമാണ്. ഒരു രാജാവിന്റെ ആദ്യത്തെ കർത്തവ്യം രാജധർമ്മം അനുഷ്ഠിക്കലാണ്. അപ്പോൾ രാജപത്നിയായ എന്റെ കർത്തവ്യവും രാജധർമ്മം അനുഷ്ഠിക്കലാണ്. ക്ഷത്രിയ സ്ത്രീയാണ് സീത. അങ്ങനെയാണ് സീത അതിനെപ്പറ്റി ഒന്നും കുറ്റപ്പെടുത്താനത്. ഇങ്ങനെ ധർമ്മം, രാമൻ എന്തിനാണ് ധർമ്മം ആചരിച്ചത്? അർത്ഥത്തിന് വേണ്ടിയോ കാമത്തിന് വേണ്ടിയോ മോക്ഷത്തിന് വേണ്ടിയോ ഒന്നും അല്ല. ഇന്നിപ്പോ നമ്മൾ വായിച്ചില്ലേ, അതിൽ കൈകേയി സംവാദം ഈ വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഈ കൈകേയിയോട് രാമൻ പറയും, അമ്മേ എന്താ ഇത്ര മടി എന്നോട് ചോദിക്കാൻ? ഞാൻ ശ്രീരാമനാണ്, ഞാൻ വിമലധർമ്മനാണെന്നാ പറയാ. വിമലധർമ്മം എന്ന് പറഞ്ഞാൽ ആ വാക്കാണ് ഉപയോഗിച്ചത്. അതായത് ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയാണ്. അതായത് ഒരർത്ഥത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ എന്റെ ആഗ്രഹപൂരണത്തിന് വേണ്ടിയോ അല്ല ഞാൻ ധർമ്മം ആചരിക്കുന്നത്. ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ ആചരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ജീവിതം മുഴുവൻ, ആ ജനിച്ച മുതൽ സ്വർഗാരോഹണം വരെ ധർമ്മനിഷ്ഠമായി ജീവിച്ച ശ്രീരാമനും ശ്രീരാമന്റെ കൂടെ ധർമാനുസൃതമായി ജീവിച്ച മറ്റു കഥാപാത്രങ്ങളും എങ്ങനെയാണ് ധർമ്മം ആചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു വശത്തും ധർമ്മ വിരുദ്ധമായാൽ എന്ത് സംഭവിക്കും എന്ന് കാണിച്ചു തരാൻ രാവണാദികളായിട്ടുള്ള കഥാപാത്രങ്ങളും നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് റെഫറൻസിന് വേറെ എങ്ങോട്ടും പോണ്ട. നമുക്ക് എന്ത് വിഷമം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും രാമായണം നമ്മളെ എപ്പോഴും സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാമായണം ഒരു പടി കടന്ന് എല്ലാവരും കൂടുതൽ മനനം ചെയ്ത് കൂടുതൽ ചിന്തിച്ചും കൂടുതൽ ആശയങ്ങൾ കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇത്രയും നേരം കേട്ട എല്ലാവരോടും നമസ്കാരം, നന്ദി. നന്ദി, വളരെ നന്നായി.